ദേവിക്കിതൊരു ബുദ്ധിമുട്ടായി അല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പ്രേമേച്ചിയെ തിരിച്ചു കിട്ടിയതിലും അതിന് ഞാനൊരു കാരണമായതിലും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രേമേച്ചി പഴയ അവസ്ഥയിലാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതില് എനിക്കൊരു ചെറിയ പങ്ക് വഹിക്കാൻ പറ്റിയതില് ചാരിതാർത്ഥ്യം മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം. സത്യത്തില് ദേവികുള്ളതാ എൻ്റെ ഒരു ബലം. അങ്ങോട്ട് വരാവോ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അല്ല, ശല്യാങ്കി തിരിച്ചു വെക്കോളാം. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഞാനെന്തിനു വരണം? ഞാൻ ആ വീട്ടിൽ ആരും അല്ലല്ലോ. മണവാളനും ഭാവി മണവാട്ടിയൊക്കെ ഇടവും വലവും നിന്ന് ശുശ്രൂഷിക്കാൻ ഉള്ളപ്പോ നമ്മളൊക്കെ എന്ത്? ആരുടെയെങ്കിലും കണ്ണി പെടുവോ? അതാ ഇതുവരെ വരാതിരുന്ന. ഇപ്പൊ വരാൻ കാരണം? അതെ, നീ ചോദിക്കണ്ട, ഇങ്ങനെ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിക്കേണ്ടത് തന്നെയാ ദേവിക ചോദിച്ചത്. എന്നാ കേട്ടോ, ഇപ്പൊ വന്നത് എന്റെ മനസാക്ഷിക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയാ. പ്രേമിച്ചെ കാണാതായപ്പോ എന്നെ സംശയിച്ചവരെ ഇക്കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിരപരാധിയായിരുന്നു അവർക്കെങ്കിലും മനസ്സിലാവണമല്ലോ. അതാണ് വന്നത്. എന്തിനാണെങ്കിലും നീ വന്നല്ലോ, സന്തോഷം. വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ ചേച്ചി. പഴയതൊന്നും ഓർമ്മയില്ല, ആരെയും തിരിച്ചറിയുന്നു പോലുമില്ല, സംസാരശേഷിയുമില്ല. കഷ്ടം, കർമ്മഫല. ഇങ്ങനെയൊക്കെ സംഭവിക്കാനും മാത്രം ഒരു പാപം എൻ്റെ ചേച്ചി ചെയ്തിട്ടില്ല. എന്നെ അറുത്ത് മുറിച്ചു മാറ്റി ആ സ്ഥാനത്ത് ഇവളെ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് ആരാ? അതുപോലെ പാപമായിട്ട് എന്റെ ശാപ